നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ മികച്ച ഒരു നേതാവ് ഉയർന്നു വന്നാൽ മാത്രം മോദിയുടെ വിരമിക്കലിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി എന്ന് തന്നെയാണ് ഇപ്പോൾ BJP തമിഴ്നാട് അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലൈ പറയുന്നത്. 75-ാം വയസ്സിൽ മോദി വിരമിക്കുമോ എന്ന ചോദ്യമുയർത്തിവിട്ടത് അരവിന്ദ് കെജ്രിവാളാണ്. എന്നാൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ എതിരാളിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയേക്കാൾ ഊർജ്ജസ്വലതയിലും മികവിലും ശാരീരിക ക്ഷമതയിലും ബഹുദൂരം മുന്നിലാണ് മോദി എന്ന് മറന്നുപോകരുത്. കഠിനാധ്വാനത്തിലും ജനപ്രിയതയിലും കഴിവിലും അദ്ദേഹത്തെക്കാൾ മികവുള്ള ഒരാൾ വന്നാൽ അപ്പോൾ മാത്രം മോദിക്ക് ശേഷം ആര് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലല്ലേ ചിന്തിക്കേണ്ടതും? എന്താണ് മാറി ചിന്തിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയെന്ന് ചോദിക്കേണ്ടി വരുന്നു. അതായത് പ്രായം 75 വയസ്സിൽ വിരമിക്കണമെന്ന ആവശ്യം കെജ്രിവാളും രാഹുലും പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. കാരണം BJPയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വിരമിക്കൽ സംവിധാനമോ വിരമിക്കൽ പ്രായപരിധിയോ വച്ചിട്ടില്ല. പ്രായവും ചെയ്യുന്ന ജോലിയും പരിഗണിച്ചാൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കുക. ഇക്കാര്യത്തിൽ ക്രിക്കറ്റ് താരമായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയോടാണ് മോദിയെ ഉപമിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അണ്ണാമലൈ പറയുന്നത്. 2025-ൽ ധോണിക്ക് 43 വയസ്സാകുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ 22 വാറയിൽ തന്നെക്കാൾ വേഗത്തിൽ ഒരാൾ ഓടി സിംഗിൾ എടുത്താൽ വിരമിക്കലിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് ധോണി ഒരിക്കൽ പറഞ്ഞത് എന്നുള്ളത് മറന്നുപോകരുത് എന്നാണ് അണ്ണാമലൈ പറയുന്നത്. അതായത് തമിഴ്നാട്ടിലേത് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആരോടും ഉത്തരവാദിത്തമില്ല. എന്നാൽ മോദി 100% സംഘടനയുടെ നേതാവാണ്. ഓരോ പാർട്ടി പ്രവർത്തകനെയും സഹപ്രവർത്തകനായി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സംഘടനാ തലപ്പത്തേക്ക് പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ ഇത് നാം കണ്ടു കഴിഞ്ഞതാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതാണ്. തമിഴ്നാട്ടിൽ DMKയെ നയിക്കുന്നത് ഒരു കുടുംബവും കുറേ കരാറുകാരാണെന്ന് കൂടി അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല, വരും അവിടെ. എന്നാൽ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, അതായത് ഇന്ത്യയിൽ RSS ഭരണത്തിലെത്തുക എന്നത് വർഷങ്ങളായി ഓരോരോ രാഷ്ട്രീയ സ്വയം സേവകൻ്റെയും സ്വപ്നമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 50 വർഷം വരെ അവർക്ക് അതൊരു ദിവാസ്വപ്നമായിരുന്നു. BJPക്കാണെങ്കിലും ഈ RSSനാണെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ പല വഴികളും പയറ്റിയൊടുവിൽ 1989-ൽ ഭരണത്തിനോട് അടുത്തെത്തി. പിന്നീട് 1996-ൽ 13 ദിവസം അധികാരത്തിലെത്തുകയും 98-ൽ 13 മാസം അധികാരത്തിലിരിക്കുകയും ചെയ്തു. 99-ൽ 5 വർഷക്കാലം തികയ്ക്കുകയും ചെയ്തു BJP. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇന്ത്യ തിളങ്ങുന്നു എന്ന പേരിൽ വീണ്ടും 5 കൊല്ലം വ്യാമോഹിച്ചവരെ ഇന്ത്യൻ ജനത കടപുഴക്കി കളയുകയാണ് ചെയ്തത്. പിന്നീട് 10 കൊല്ലം അധികാരത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുവെങ്കിലും RSS എന്ന് പറയപ്പെടുന്ന അവരുടെ ബുദ്ധിജീവിയായിട്ടുള്ള മറാഠിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ BJPയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയും അവിടെ പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച നരേന്ദ്രമോദിയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും അവരോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കടപ്പാട് അപ്പോൾ ഗഡ്കരിയോടാണ്. പക്ഷേ മോദിയെ കേന്ദ്രത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അമിത്ഷായെ കൂടെ കൂട്ടുവാൻ സത്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നില്ല. അധികാരം കയ്യിൽ വന്നപ്പോൾ മോദിജി അമിത്ഷായെ കൂടെ കൂട്ടുകയും നിതിൻ ഗഡ്കരിയെ ഒതുക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് അറിയാവുന്ന നേതാക്കന്മാരെ ഉന്മൂലനം ചെയ്യുവാനും ഇവർ മടിച്ചില്ല എന്നുള്ളതാണ്. എല്ലാം മനസ്സിലാക്കിയ ഗഡ്കരി പൊതുഗതാഗത വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ റോഡ് പണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒപ്പം RSSനോടൊപ്പം കേന്ദ്രത്തിലേക്ക് പോകുന്നു. പക്ഷേ ഒന്നിൻ്റെയും ക്രെഡിറ്റ് മോദിക്ക് നൽകുവാൻ ഈ ഗഡ്കരി തയ്യാറായില്ല എന്നുള്ളത് വേറൊരു കാര്യം. RSS നിയമപ്രകാരം ഏതൊരു വലിയ നേതാവും 75 വയസ്സാകുമ്പോൾ വിരമിക്കണമെന്ന നിർബന്ധമുണ്ട് എന്നിരിക്കെ RSSന്റെ സർസംഘ് ചാലക് മറാഠിയായിട്ടുള്ള മോഹൻ മധുകർ റാവു ഭഗവത് എന്ന മോഹൻ ഭഗത് ജനിച്ചത് 1950 സെപ്റ്റംബർ 11 അവരുടെ നോമിനിയായ BJPയുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി ജനിച്ചത് 1950 സെപ്റ്റംബർ മാസം 17 2 വർഷത്തിന് ശേഷം അവരുടെ റിട്ടയർമെൻറ്റ് പദ്ധതികൾ അത് ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് RSSന് ഒരു കാര്യത്തിൽ സംശയമുണ്ടാകാം. കാരണം മോദിജി 75 വയസ്സിൽ റിട്ടയർമെൻറ്റ് തയ്യാറാകുമോ എന്നത്. അതുപോലെ 2 ഗുജറാത്തികൾ ചേർന്നുകൊണ്ട് ഈ മറാഠികളെ 2 മറാഠികളെ ഒതുക്കുമോ എന്നുള്ളൊരു കാര്യം. ഫെബ്രുവരി മാസത്തിൽ അബ്കെ ബാർ 400 എന്ന് വിളിച്ചുകൂവി ജനങ്ങളെ മൊത്തം കോരിക്കരുത്തി തരിപ്പിച്ച മോദിയുടെ തള്ളലുകൾ ഏറെക്കുറെ അവസാനിപ്പിച്ചത് RSS നേതൃത്വമാണ് എന്നത് മനസ്സിലാക്കിയ മോദി അമിത്ഷാ കൂട്ടുകെട്ട് പാർട്ടി പ്രസിഡന്റായിട്ടുള്ള JP നദ്ദയെ ഉപയോഗിച്ചുകൊണ്ട് RSSനെ തള്ളിപ്പറയുവാനും മടിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ RSSനേക്കാൾ BJP വളരെ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രസ്താവനയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. കാരണം മൺമറഞ്ഞു പോയിട്ടുള്ള RSS നേതാക്കളുടെയൊക്കെ ചരമവാർഷികങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ കളികൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇവയൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് BJP ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശിവസേന എന്ന് പറയപ്പെടുന്ന പാർട്ടി മോദിയോടും അമിത്ഷായോടും ഉരുത്തിരിഞ്ഞ അതേ വിദ്വേഷം പകയുമൊക്കെ RSS ആസ്ഥാനത്ത് പുകഞ്ഞപ്പോഴാണ്
400 സീറ്റ് മോഹങ്ങളിൽ നിന്ന് മോഡി പിന്മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ കോടീശ്വരന്മാരായ കച്ചവടക്കാരായിട്ടുള്ള അദാനി അംബാനിമാരെ RSSും ഗഡ്കരിയുമൊക്കെ നേരിട്ട് വിളിച്ചുകൊണ്ട് സംഭാവനകളും ഇലക്ട്രൽ ബോണ്ടുകളുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിച്ചപ്പോൾ മോദിക്ക് അതൊരു സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ അത് അടയുന്നതായും അവരൊക്കെ പ്രതിപക്ഷത്തെയും ഒരുപോലെ അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ടുമെന്നുമൊക്കെ മോദിജി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടവും ബലവും നോക്കാതെ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് മോദിജിയും ഒപ്പം തന്നെ BJPയും എന്ന് പറയപ്പെടുന്നത് ഈ രാജ്യത്ത് വീണ്ടും നേതൃത്വത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ RSSൻ്റെ പിന്തുണയില്ലാതെ നടക്കില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. RSSൻ്റെ പിന്തുണ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും, അതില്ലാതെ പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകുമ്പോൾ അണ്ണാമലൈ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയെപ്പോലെ ഊർജ്ജസ്വലനായ ഒരാൾ, അതിപ്പോൾ 75 വയസ്സോ 80 വയസ്സോ എന്നുള്ളതല്ല, ആ ആളിനെ അദ്ദേഹത്തിനേക്കാളേറെ മികച്ചതായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാൾ വന്നാൽ അന്ന് മാത്രം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതല്ലേ നല്ലത്, ഒരു നേതൃമാറ്റം എന്ന് പറയപ്പെടുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി സർക്കാരും BJPയും അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയെന്നും മോദി തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കുകയെന്നും ഉള്ള കാര്യത്തിൽ സംശയമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ RSSനെ മാറ്റി നിർത്തുന്നതിനോ അല്ലെങ്കിൽ RSS ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനോ ഉള്ളൊരു ശ്രമം ഒരിക്കലും BJPയും നടത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ RSS എന്നുള്ളത് അവരുടെ സ്വതന്ത്ര സംഘടനയായി നിൽക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. BJP ഒരു കെട്ടുറപ്പുള്ള പ്രസ്ഥാനവും പാർട്ടിയുമായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ RSSൻ്റെ പിന്തുണ മാത്രമായിരിക്കും അവർക്കിനി ലഭിക്കാൻ പോവുക. പക്ഷേ ആ പിന്തുണയിൽ തന്നെയായിരിക്കും മുന്നോട്ടുള്ള അവരുടെ ഭരണവും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.